ഹലോ ഫ്രണ്ട്സ്, ടൈം ഡാറ്റ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് NH-66 ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണാൻ വന്നേക്കുവാണ്. നമ്മുടെ തുറവൂർ മുതൽ നമ്മുടെ അരൂരിലുള്ള NH-66 ലേറ്റസ്റ്റ് ഈ വാലിഡ് ഹൈവേൻ്റെ അപ്ഡേഷൻ കാണാൻ വന്നേക്കുവാണ്. അപ്പം നമുക്ക് വീഡിയോ പാക്കണം. അപ്പം നമുക്കിനി കുറച്ച് വീഡിയോൻ്റെ ഹിസ്റ്ററി ഒന്ന് കേൾക്കാം. അരൂർ തുറവൂർ എലിവേറ്റഡ് എക്സ്പ്രസ് വേ 12.75 കിലോമീറ്റർ നീളമുള്ള 7.92 മൈൽ ആറുവരിപ്പാതയുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എലിവേറ്റഡ് ഹൈവേയാണ്. പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേയാകും ഇത്. അരൂരിൽ നിന്ന് ആരംഭിച്ച് തുറവൂരിൽ അവസാനിക്കും. The Arur-Thurafur Elevated Expressway is a 12.75 kilometers long, 7.92 miles, 6-lane, elevated highway under construction in Alappuzha district of Kerala, India. Upon completion, this would be the longest elevated highway in the country. It begins from Arur and ends at Thurafur. अरूर-थुरवूर एलिवेटेड एक्सप्रेसवे भारत के केरल के अलापुझा जिले में निर्माणाधीन 12.75 किलोमीटर लंबा, 7.92 मील, 6 लेन एलिवेटेड राजमार्ग है. पूरा होने पर यह देश का सबसे लंबा एलिवेटेड हाईवे होगा. यह अरूर से शुरू होता है और थुरवूर पर समाप्त होता है. அரூர் துறவூர் உயர்மட்ட விரைவுச் சாலையானது 12.75 கிலோமீட்டர் நீளம், 7.92 மைல், 6 வழிச்சாலை இந்தியாவின் கேரளாவின் ஆலப்புழா மாவட்டத்தில் கட்டப்பட்டு வரும் உயர்மட்ட நெடுஞ்சாலை ஆகும். கட்டி முடிக்கப்பட்டால் நாட்டிலேயே மிக நீளமான எலிவேட்டட் நெடுஞ்சாலையாக இது இருக்கும். அரூரில் தொடங்கி துறவூரில் முடிகிறது. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ തുറവൂർ ഭാഗത്ത് എത്താറായി. ആക്ച്വലി ഒരു ഡൗട്ട് തോന്നി, വേറെ ഒന്നുമല്ല. അത് കാരണം നമ്മുടെ ഈ പില്ലറ് ആക്ച്വലി ആറുവരി പാതയ്ക്കുള്ള പില്ലർ മതിയോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയായിരുന്നു. കണ്ടറിയാം, പിക്കാറുമല ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കാണുന്ന തുറവൂരാണേ. അപ്പോൾ ഇവിടെയാണ് ആറുവരി പാതേൻ്റെ മറ്റേ ഹൈ ഗ്രൈൻഡർ വെച്ചേക്കുന്നത്. ആക്ച്വലി 2 ഗ്രൈൻഡർ തോന്നുമ്പോൾ മുട്ടുന്ന പോലും ഇല്ല. അത് ശരിക്കും എനിക്കൊരു ഡൗട്ട് തോന്നി, കാരണം ഇത് പണി പാളുമോ എന്നുള്ളത്. കണ്ടോ എന്താണല്ലേ, ചെമ്മണ്ടൻ ക്രെയിൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. ആക്ച്വലി ഈ ക്രെയിന് റെയിൽവേ ട്രാക്കും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സൈഡിൽ. അത് നോക്കിയപ്പോൾ കാണണ്ട, ഒരു രക്ഷയില്ല. കണ്ട നോക്കിയേ, ചെറിയ പില്ലറിലൂടെ ആറുവരിപ്പാത കടന്നു പോകുന്നു. എന്താ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് തുറവൂരാണേ. എന്തായാലും ഒരു രക്ഷയില്ല. കണ്ട ക്രെയിൻ്റെ ഒക്കെ വലിപ്പം വേറെ ലെവലാണേ. ഇതിലെ പോകാൻ ചെറിയൊരു പേരുണ്ട്. കണ്ട റെയിൽവേ ട്രാക്ക് കണ്ട, ആ റെയിൽവേ ട്രാക്കിലൂടെയാണ് ആ ക്രെയിൻ മൂവ് ആവുന്നത്. അപ്പോൾ നമ്മളിതാ തുറവൂർ ജംഗ്ഷൻ എത്തി. ഇവിടം വരെയുമാണ് ഈ വാലിഡ് ഹൈവേൻ്റെ എൻഡ്, സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും. അങ്ങനെ നമ്മളിതാ തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞു നേരെ ആലപ്പുഴ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല റാപ്പിഡ് പോയി തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒത്തിരി ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് കംപ്ലീറ്റ്ലി പോയി. പണ്ടത്തെ ഓർമ്മ പോലും ഇപ്പോൾ കിട്ടുന്നില്ല. നല്ല രീതിയിൽ മാറ്റം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും റാപ്പിഡ് വേയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. ഒത്തിരി ജെമണ്ടൻ മെഷീൻസുകൾ കാണാൻ പറ്റും, ക്രെയിനുകൾ. അതുപോലെ തന്നെ ആക്ച്വലി എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നെയിംസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും കണ്ട നല്ല രീതിയിലുള്ള ടാറിങ് വർക്ക് ചില ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും അത് അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ മാറിപ്പോൾ കേട്ടോ, ശരിക്കും നല്ല രീതിയിൽ മാറിപ്പോയി. പിന്നെ പഴയ റോഡ് പൊളിച്ചിട്ടുണ്ടാവും മാതിരി, അങ്ങനെയാണ് ലേറ്റസ്റ്റ് ടാർ ചെയ്യണത്. പണ്ടത്തെ NH-16 അല്ലേ പറഞ്ഞത്, സോറി NH-17 NH-17 പൊളിച്ചിട്ട് ഇപ്പോൾ NH-66 കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ വേണ്ട അല്ല ഓക്കെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, ചില ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. എന്നാലും ഇത് പൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഇവിടെ ഒന്നും ബ്ലോക്ക് ഉണ്ടാകും, പക്ഷേ എനിക്ക് എടപ്പള്ളി ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാകുന്നു തോന്നുന്നു. അങ്ങനെ നമ്മളിതാ KSRTC ബസ് ഒരു പരസ്യം പോകുന്നത് കണ്ടോ. ആക്ച്വലി ഇതൊന്നും ആക്സിഡൻ്റ് ആക്കത്തില്ലേ, കാരണം പ്രൈവറ്റ് വണ്ടി മാത്രം വെള്ളം അടുപ്പിച്ച് ഈ KSRTC മാർക്കൊന്നും കളർ കോഡ് ബാധകമല്ലല്ലോ, കണ്ടറിയാം. എന്തായാലും നമ്മുടെ നാട്ടിൽ രണ്ട് നിയമമാണല്ലോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സഹിക്കുക. അങ്ങനെ നമ്മളിതാ നേരെ ആലപ്പുഴ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ എന്തായാലും ഓൾമോസ്റ്റ് സർവീസ് കൊണ്ട് വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ തുറവൂർ കഴിഞ്ഞു നേരെ മുഹമ്മ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല, പണ്ട് അറിയാൻ പറ്റുന്ന സ്ഥലം ഏതൊക്കെയാണെന്നുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ മാറിയതുകൊണ്ട് യാതൊരു പിടിയും കിട്ടുന്നത് കണ്ടോ. ഒത്തിരി ടാങ്കേഴ്സ് കാണുന്നുണ്ട്. ഇതിലാണ് ടാർ കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല, ആയിരിക്കണം അതിൽ തന്നെ ആയിരിക്കും. നോക്കിയാൽ കണ്ടോ ഒത്തിരി ടാങ്കേഴ്സ് കിടപ്പുണ്ടേ. എന്തായാലും NH-27 വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്ന വണ്ടികൾ തന്നെ ആയിരിക്കണം. എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറിപ്പോയി, ഒരു പിടി പോലും കിട്ടുന്നില്ല, ഏതാ സ്പോട്ട് പോലും അറിയുന്നില്ല, ശരിക്കും മാറിപ്പോയി. നമുക്ക് മുമ്പ് വന്ന സമയത്ത് ആക്ച്വലി ഇത്രയും ഒന്നും വർക്ക് ആയിരുന്നില്ലായിരുന്നു, കംപ്ലീറ്റ്ലി ബിൽഡിംഗ് പൊളിക്കാനായിരുന്നു. എന്നാലും ഇതിൻ്റെ പഴയ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കുറച്ച് വർഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അന്ന് ഇതൊന്നും ആയിട്ടുണ്ടായില്ല, എന്നാലും ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. എന്തായാലും ഈ പാത ഒരു മാക്സിമം ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ മുംബൈ വരെയുമാണ് ഇതിൻ്റെ ശരിക്കുമുള്ള സ്റ്റാർട്ടിങ്ങും എൻഡും വരുന്നത്. വേണ്ട ആ ഹൈ ഗ്രാൻഡ് കൊണ്ടുള്ള വണ്ടിയൊക്കെ ഒരു രക്ഷയില്ല, മറ്റേ ജമ്മ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ 100% ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടോ നോക്കി. അപ്പോൾ ഈ കാറിൻ്റെ സിഗ്നൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ആലപ്പുഴ ഭാഗത്ത്. ഇതേപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും ചെയ്യണം, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് നമ്മൾ ചത്തു പോകും. കാരണം ഇവിടെ എല്ലാ ജംഗ്ഷനിലും ഇവന്മാർ മറ്റേ 100% പണിയുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമായി പോയി, കാരണം സിഗ്നൽ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാകരുത് ഈ വഴി പോകുമ്പോഴത്തേക്കും. 4 ഭാഗത്തും സിഗ്നൽ ഉണ്ടാകരുത്. എനിക്ക് എടപ്പള്ളിയിലെയും വൈറ്റിലെയും ബ്ലോക്ക് ചെയ്ത് നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇവിടുന്ന് വണ്ടികൾ ഫ്രീ ആയിട്ട് ഓടി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ മര്യാദ രീതിയിലുള്ള ഫ്ലൈ ഓവർ വന്നില്ല എങ്കിൽ പണിപ്പാളും. അങ്ങനെ നമ്മളിതാ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, ഏതാ സ്ഥലം പോലും അറിയാൻ പറ്റുന്നില്ല, കാരണം മാറിപ്പോയി. പണ്ടത്തെ ഇതായിട്ട് യാതൊരു ബന്ധം തോന്നുന്നില്ല. എന്തായാലും ആലപ്പുഴ എത്താറുണ്ടേ. അപ്പം നമ്മുടെ ഈ പാട്ടോട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, പറ്റുമെന്ന് ഫ്രണ്ട്സിനോട് ഫോളോ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.